നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം നടൻ മോഹൻലാലിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കാലം പിന്നോട്ട് മനസ്സ് പോകുമ്പോൾ ഓർത്തെടുക്കാവുന്ന ചില ഓർമ്മകളൊക്കെ ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിലാണ് മോഹൻലാൽ അവിടെ പഠിക്കുന്ന വേറൊരു ക്ലാസ്സിൽ പ്രിയദർശനും നമ്മുടെ ഗായകൻ MG ശ്രീകുമാറും മണിയമ്പിള്ള രാജുവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അവിടെ വച്ച് കുറച്ചും കൂടെ തടിച്ച ഒരു മോഹൻലാലിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ചിട്ട് നിരവധി തവണ കാണുക ഉണ്ടായിട്ടുണ്ട്. ഒരു ഹായ് പറയും, അല്ലാതെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഞാൻ അന്ന് കണ്ടിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നു എന്നൊന്നുമില്ല. ശരിക്കും കാണുകയും ചിരിക്കുകയും ചെറിയ ചില വാക്കുകൾ സംസാരിക്കുകയും ചെയ്ത് പുളിമൂട്ടിലെ ധന്വന്തരി മഠം എന്ന് പറഞ്ഞ ഒരു ആയുർവേദ വൈദ്യശാലയും ഡിസ്പെൻസറിയും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വല്യച്ഛൻ്റെ ഒരു സ്ഥാപനമായിരുന്നു അത്. ഡോക്ടർ കുമരകം പരമേശ്വരൻ പിള്ള എന്ന അദ്ദേഹം തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. തലമുറയിൽ ഒരുപാട് പേർ അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ ധന്വന്തരി മഠത്തിൻ്റെ പുറകിലൂടെ ഒരു ചെറിയ റോഡുണ്ട്. അവിടെ ഞങ്ങളുടെ തന്നെ ഒരു ബന്ധു ഭവാനി അപ്പച്ചി എന്നിട്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചി അവിടെ താമസിച്ചിരുന്നു. അവരെല്ലാം കാലത്തിനുള്ളിലൂടെ കടന്നുപോയി. അതുവഴി വേറൊരു റോഡിലോട്ടാണ് വന്ന് കയറുന്നത്. അവിടെ ഇന്നത്തെ പ്രശസ്ത നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറും സിനിമയുടെ വിവിധ രംഗങ്ങളിൽ ശോഭിക്കുന്നതുമായ ശ്രീ സുരേഷ് കുമാർ, പ്രിയദർശൻ, മോഹൻലാൽ തുടങ്ങിയവരെല്ലാം ചേർന്ന് അവിടുത്തെ ഒരു 4-5 പടിക്കെട്ടുകളുണ്ട്. ആ പടിക്കെട്ടിലിരുന്നാണ് സിനിമയുടെ ചർച്ചകളെല്ലാം. അത് ഇന്നലത്തെ പോലെ ഓർമ്മയിൽ തെളിയുന്നു. അതേപോലെ തന്നെ തിരനോട്ടത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അശ്വതി തിരുനാൾ എന്ന എഴുത്തുകാരനും ഇപ്പോൾ ഏകലവ്യ ആശ്രമത്തിൻ്റെ മഠാധിപതിയുമൊക്കെയായ അശ്വതി തിരുനാളുമൊക്കെ അന്ന് ഈ ചിത്രത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു കാലം. ഞാൻ താമസിച്ച എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു തേരി കയറി വരുമ്പോൾ വാവഞ്ഞാലിക്കുളം എന്നുള്ള ഇന്നത്തെ SMB ഹൈസ്കൂളിൻ്റെ സ്റ്റേഡിയം, അതിൻ്റെ പിന്നാമ്പുറത്തൊക്കെയാണ് തിരനോട്ടത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചത്. അങ്ങനെയൊക്കെയുള്ളൊരു പൂർവ്വകാലം. അതിനുശേഷം എത്രയോ കാലങ്ങൾ കഴിഞ്ഞു. തിരുവനന്തപുരത്തു നിന്നും ഞാൻ ഡൽഹി വഴി അബുദാബിയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം ഡൽഹി ഫ്ലൈറ്റിൽ 12ാമത്തെ സീറ്റിൽ ഞാനും മുന്നിൽ 2ാമത്തെ സീറ്റിൽ മോഹൻലാലും ഇരിക്കുന്നു. കാണാനും സംസാരിക്കാനും ഒക്കെ പ്രയാസമുള്ള രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതിനകത്തുള്ള കാര്യങ്ങളും. വരുമ്പോഴുള്ള സന്തോഷമല്ല, തിരികെ മടങ്ങുമ്പോഴുള്ള മാനസികാവസ്ഥ. പിന്നെ പലപ്പോഴും ട്രിവാൻഡ്രത്ത് വെച്ചുമൊക്കെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ചും ട്രിവാൻഡ്രം ചെന്നൈയിൽ വെച്ചും ചെന്നൈ ഫ്ലൈറ്റിൽ വെച്ചുമൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെയും മറ്റുള്ള ഒരുപാട് പേരെയും. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ മലയാളിക്ക് കിട്ടിയ ഒരു വലിയ അവാർഡ്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ മോഹൻലാലിന്
ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി എന്നറിഞ്ഞപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. ആ സന്തോഷം എൻ്റെ ചാനലിലൂടെ ഞാൻ പറയുന്നു എന്ന് മാത്രം. ശ്രദ്ധിക്കാനോ ശ്രദ്ധിക്കപ്പെടാനോ അദ്ദേഹത്തിൻ്റെ ഫാനൊന്നുമല്ല ഞാൻ. പക്ഷേ അഭിനയത്തിൻ്റെ മികവ്, അതിൽ എടുത്തു പറയാവുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. നൂറുകണക്കിന് ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊന്നുമല്ല. അദ്ദേഹം അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ ചിത്രം സ്ഫടികം. ദൈവമേ, ആ ചിത്രത്തിന് അതിലഭിനയിച്ച എല്ലാ അഭിനേതാക്കളും ജീവിതത്തിൻ്റെ സ്പർശമുള്ള, ഗന്ധമുള്ള ഒരു മഹത്തായ ചിത്രം. ശരിക്കും ആ ചിത്രത്തിലൂടെയുള്ള അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സതയം. അതിനൊരു രസം കൂടിയുണ്ട്, അതിലൊരു കാര്യം കൂടിയുണ്ട്. ഈ സതയം ചിത്രം കണ്ട ശേഷം ഞാൻ MT ഒരു കത്തെഴുതി. MT നല്ല പരിചയവും 4-5 കത്തുകൾ അദ്ദേഹം എനിക്ക് എഴുതുകയും അദ്ദേഹം തിരക്കഥ എഴുതിയ ഹൃദയഭേദം എന്ന ചിത്രത്തിൽ 2 സീനിൽ 100 രൂപയുടെ അഭിനയം, പ്രതിഫലം 100 രൂപയായിരുന്നു. 100 രൂപ. പക്ഷേ സിനിമ എന്തെന്ന് പഠിച്ചത് ഞാൻ ഹൃദയഭേദത്തിലൂടെയാണ്. അപ്പോൾ MT ഞാനൊരു കത്തെഴുതി, സർ, ഈ ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടും എന്ന് പറഞ്ഞ്, അന്ന് അവാർഡിനൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പാണ്. അപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി എഴുതി ചിരിച്ചുകൊണ്ട്, എന്നെയും വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു അല്ലേ ശരവൺ, എത്രമാത്രം നന്ദി, സ്നേഹപൂർവ്വം, സ്നേഹത്തോടെ MT എന്ന് പറഞ്ഞ് എനിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത്, അതിൽ സതയം എന്ന ചിത്രത്തിലെ അഭിനയം ഇന്നും മറക്കാവതല്ല. അതിൽ ലാലിൻ്റെ തൂക്കി കൊല്ലാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ലാലിൻ്റെ ഒരു കുളി സീനുണ്ട്. അതുപോലെ അത്രയും ആത്മാർത്ഥതയോടെ ആ കഥാപാത്രത്തെ ആവേശിച്ച് ആ ഒരു കുളിസീൻ ഇന്നും ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുകയാണ്. അന്ന് ഞാൻ എൻ്റെ മനസ്സിൻ്റെ കോണിൽ വിധി എഴുതി, ഇയാൾ അഭ്രപാളികളിൽ തിളങ്ങും തീർച്ച. ഏത് കഥാപാത്രത്തെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്, ഒരു മികവ്, അതാണ് നാഷണൽ അവാർഡും ഒക്കെ കിട്ടാൻ കാരണം. അതുപോലെ തന്നെ വാനപ്രസ്ഥം എന്ന ചിത്രം ഞാൻ കുറഞ്ഞതൊരു 5 തവണയെങ്കിലും കണ്ടു കാണും. ഖത്തറിലിരിക്കുമ്പോഴാണ് ഞാൻ ആ ചിത്രം കാണുന്നത്. അന്നത്തെ ആദ്യ ഷോയ്ക്ക് വെറും 6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അൽഖോർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ടാക്സിയിൽ വന്ന് ഏകദേശം ഇവിടുത്തെ കണക്ക് നോക്കുമ്പോൾ ഒരു 10,000-20,000 രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചാണ് അന്ന് ഞാൻ വാനപ്രസ്ഥം പോയി കാണുന്നത്. അതിലെ മികവുറ്റ പ്രകടനം ആർക്ക് മറക്കാൻ കഴിയും? അങ്ങനെ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഇവിടെ സൂക്ഷ്മ നിരീക്ഷണവും വിശകലനവും ഒന്നും ചെയ്യുകയല്ല. പക്ഷേ മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു നടന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഫാൽക്കെ അവാർഡ്. അത് നമ്മുടെ സ്വന്തം മോഹൻലാലിന് കിട്ടുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. ഇനിയും ധാരാളം നല്ല ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കട്ടെ. ജീവിതഗന്ധിയായ ചിത്രങ്ങൾ, മാസ്മരികമായ ലോകത്തിൽ നിന്നും ജീവിതവുമായി
ബന്ധമുള്ള ചിത്രങ്ങൾ അഭിനയിക്കുമ്പോൾ അത് മനുഷ്യ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അതിനൊക്കെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടെങ്കിലും സന്മനസ്സുള്ളവർക്ക് സമാധാനം, വരവേൽപ്പ്, അതുപോലെയുള്ള ചിത്രങ്ങളിലെ പ്രകമ്പനം കൊള്ളുന്ന അഭിനയ മികവ്, അതുപോലെയുള്ള ചിത്രങ്ങളിൽ വേണം ഇനി ലാൽ അഭിനയിക്കാൻ എന്നാണ് എൻ്റെ പക്ഷം. മാസ്മരികമായ സ്വപ്നതുല്യമായ ലോകത്തു നിന്നും മാറി നിന്ന് ജീവിതത്തിൻ്റെ ഗന്ധിയായ ജീവിതത്തിൻ്റെ സൗഗന്ധികങ്ങളെ പുൽകി മനുഷ്യ മനസ്സിന് സന്തോഷവും സ്നേഹവും നൽകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും അഭിനയിക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് മലയാളികളായ ഓരോരുത്തർക്കും കിട്ടിയ അവാർഡാണെന്ന് ഞാൻ കരുതുന്നു. ദീർഘായുസ്സും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഈ അവാർഡ് ജേതാവിന് എല്ലാ നമസ്കാരങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ.